ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജാസി അങ്ങനെ ഒരാളും പറയത്തില്ല. യെസ്, അപ്പോൾ നമ്മുടെ ജാസിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അത് എന്തുകൊണ്ടാണ് ജാസി ഇപ്പോൾ എയറിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം കുറച്ചാഴ്ച മുന്നേ റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം പുള്ളിക്കാരൻ്റെ പ്രസവം, പുള്ളിക്കാരൻ എന്ന് പെറും എന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ. ആ സ്ക്രിപ്റ്റിനൊക്കെ ഒരു അന്തിമം വന്നിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ റിനയിൽ മറ്റേ ബോട്ടം സർജറി എന്ന് പറഞ്ഞ് കുറേ അഭ്യാസങ്ങൾ കാണിച്ചു, അതിനെക്കുറിച്ച് കുറേ റീൽസ് ചെയ്തു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ആകാശത്താണ്. ചേച്ചി ഇപ്പോൾ ആകാശത്താണ്. എന്തായാലും അതിനെതിരെ പുള്ളിക്കാരി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജാസി അങ്ങനെ ഒരാളും പറയത്തില്ല. നമ്മൾ ചെയ്ത മേജർ സർജറികൾ, അത് ഈ സർജറി എന്നല്ല, അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തെന്ന് പറഞ്ഞാലും അവിടുത്തെ സ്റ്റാഫുകൾ അത് പറയത്തില്ല. യെസ്, ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചാലും, അതായത് നമ്മൾ എന്ത് സർജറിയാണെന്ന് ഇന്ന പേഷ്യൻ്റ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലും പറയത്തില്ല. പക്ഷേ ആ ഫോൺ കോളിൽ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി ഫോൺ കോളിൽ എന്താ പറഞ്ഞ കാര്യം വ്യക്തമായി പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. ആ ഫോൺ കോളിലെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ആദ്യം. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്, ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് സർജറി ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല, എന്തായാലും ബോട്ടം സർജറി എന്തായാലും നമ്മുടെ ഇവിടെ ഇല്ല. അതായത് ഇപ്പോൾ പുള്ളിക്ക് ജാസിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബോട്ടം സർജറി ചെയ്യുന്നത് റിനേന്ന ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ വീഡിയോസായിട്ട് ജാസി വന്നത്. അത് എൻ്റെ ബോട്ടം സർജറി റിനേന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചാണ് ജാസി കുറേ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവാം, അതിപ്പോൾ ഹെർണിയുടെ ഒരു ഓപ്പറേഷൻ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞത്, സാർ ഞങ്ങൾ ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്യും. അതേപോലെ തന്നെ ഹെർണിയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ നിങ്ങൾ ബോട്ടം സർജറി ഇത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല. ആ ടൈപ്പ് സർജറി നമ്മളോട് ചെയ്യത്തില്ല. ജാസി ശരിക്കും ചെയ്തെന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ അതാണെന്ന് തോന്നുന്നു ചെയ്തത്. അതിനെയാണ് പുള്ളിക്കാരി മറ്റേ ബോട്ടം സർജറി ചെയ്തു മാങ്ങത്തുരിയ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആ ചെയ്ത കാര്യം ചെയ്തെന്നങ്ങ് പറഞ്ഞാൽ മതി, വേറെ കാര്യങ്ങളോ ഇതൊന്നുമില്ല, ഇത്രയും ട്രോൾസോ കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇതൊന്ന് കോൺട്രവേഴ്ഷ്യലാക്കി എടുക്കണം, പിന്നെ കുറേ പേരെ ചൊറിയണം, ഒന്ന് വൈറലാവണമെന്ന് റീച്ച് ആണ്, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതൊക്കെ ഇട്ടത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഇനി അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി, അത് എന്ത് സർജറിയാണ്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും പറയത്തില്ല, അത് റെനിയാന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. ആയിക്കോട്ടെ, അതിപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ. അതായത് ഒരു ഹോസ്പിറ്റലും പറയത്തില്ല, ഞാനും സമ്മതിക്കുന്ന ഒരു ഹോസ്പിറ്റലും പറയത്തില്ല. അതായത് ഈ ഇന്ന സർജറിയാണ് നടത്തിയെന്ന് ആ ഫോൺ കോളിലും പറയുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ അവർ വിളിച്ച ഫോൺ കോളിലും പറയുന്നില്ല അത് ഇന്ന സർജറിയാണ് ജാസിക്ക് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഇന്ന സർജറി നടത്തിയെന്ന് ആ ഫോൺ കോളിലും പറഞ്ഞിട്ടില്ല. അത് ബോട്ടം സർജറി അവിടെ ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമേ ആ ചേട്ടനും ഫോൺ കോളിൽ പറഞ്ഞു. ആ പുള്ളിക്കാരൻ്റെ പേര് ബൈജു എന്നാണ്, പുള്ളിക്കാരനാണ് വിളിച്ചത്. പുള്ളിക്കാരൻ്റെ വീഡിയോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. എന്നാലും ബാക്കി നമുക്ക് കാണാം. ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? പൊക്കിയിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല, ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്താലാണ് ആൾക്കാർക്ക് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കേണ്ട. പിന്നെ ഇവിടെ ജാസിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ. ഒന്നാമത്തെ കാര്യം ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജാസിയായിട്ട് വരുത്തി വെച്ചൊരു കുഴുക്കാണ്. അത് ജാസിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത് ജാസി ഗർഭിണി, അതായത് ഞാൻ ഇന്ന് വെറും എന്ന് പറഞ്ഞ് ജാസി, അതായത് നിങ്ങൾക്കൊക്കെ അറിയൂ ഞാൻ ശരിക്കും ഗർഭിണിയാണ്. അതായത് ഒന്നാമത്തെ കാര്യം, അതായത് ലോകത്ത് ഒരു ട്രാൻസ്ജെൻഡറും ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല. അതായത് ആണിന്ന് മെൻ ടു ഫീമെയിൽ ട്രാൻസിഷൻ നടത്തുന്ന ആരും ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല. അതേസമയത്ത് മറ്റേ ഓപ്പോസിറ്റ് ജെൻഡർ, അതായത് ഫീമെയിൽ ടു മെൻ ആണെങ്കിൽ പിന്നെയും പറയാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് ഉണ്ടായിട്ട് പിന്നെയും പറയാം. ഫീമെയിൽ ടു മെൻ കൺവേർഷൻ ആകുന്ന സമയത്ത് അവർക്ക് യൂട്രസ് ഉണ്ട്, അതുകൊണ്ട് പ്രസവിക്കാൻ പറ്റും. അങ്ങനെ പ്രസവിച്ചതല്ലാണ്ട് മെൻ ടു ഫീമെയിൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒരിക്കലും പ്രസവിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. ആ ഒരു വിവരക്കേട് ആരെ പറ്റിക്കാൻ നോക്കുന്നത്? നമ്മൾ കേരളത്തിലാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കേരളത്തിൽ ഇമാതിരി ഒരു തലവണയും വെച്ചിട്ട് ഒരു 10-20 റീൽസും ചെയ്തിട്ട് ഞാൻ നാളെ പെറും എന്ന് പറഞ്ഞ് ഇട്ടിട്ട് അവസാനം എല്ലാവരും കൂടെ എടുത്ത് സൈബർ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞ് ഞാൻ ബോട്ടം സർജറി ചെയ്യാൻ പോവാണ്, ഞാൻ റിനയിൽ ബോട്ടം സർജറി ചെയ്യാൻ പോകാന്നുള്ള വീഡിയോസ് എല്ലാം കൂടെ ഇറക്കിയിട്ട് സർജറി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ പോലും ഞാൻ ബ്രസ്റ്റ് ഇംപ്ലാന്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ മതി.
കാര്യം കഴിഞ്ഞു. ഞാൻ ബോട്ടം സർജറി കഴിഞ്ഞ് ഞാൻ പൂർണ്ണ സ്ത്രീയായി മാറിയിരിക്കുന്നു, ഞാൻ ഇനി ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിലാണ് ഏറ്റവും വലിയ ചടങ്ങ്. അതായത് ഒരു കൊച്ചിനെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കൊച്ചിനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അത്രയും ചടങ്ങില്ല. ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാനാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു നോർമൽ ഫാമിലിക്ക് ഒരു ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ഇമ്പോസിബിൾ കാര്യമാണ്. അതായത് വളരെ മിഡിൽ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലോ ക്ലാസ് ആയിട്ടുള്ള തീരെ പൈസ ഇല്ലാത്തവർക്കൊന്നും ഇതേപോലെ പിള്ളേരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇത്രയും സ്വത്തുക്കൾ വേണം, അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. പിന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഇതേപോലെ കുട്ടികളുണ്ടാവത്തില്ലെന്നുള്ള സർട്ടിഫിക്കറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് കൊച്ചുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ട്രാൻസ്ജെൻഡർ ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ആയിട്ടുള്ള ഇതാർക്ക് മാത്രമേ അഡോപ്ഷൻ ഇതിന് കൊടുക്കത്തുള്ളൂ, എലിജിബിൾ ആകത്തുള്ളൂ. ഇതിനകത്ത് ജാസി ബ്രസ്റ്റ് ഇംപ്ലാന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബ്രസ്റ്റ് ഇംപ്ലാന്റ് മാത്രം ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കലും കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ആയിട്ടില്ല ജാസി ഇപ്പോഴും. അപ്പോൾ ജാസിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞു, ഓക്കെ നമ്മൾ ആരും ബോധർ ചെയ്യുന്നില്ല. ജാസി ഇതിപ്പോൾ എന്തുകൊണ്ട് ജാസിക്ക് ഇത്രയും സൈബർ അറ്റാക്ക് വന്നത്, ജാസി ഇത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ അത് നമ്മുടെ ഫീൽഡിൽ വന്ന് നമ്മളെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പ്രതികരിക്കാനായിട്ട്. അതായത് നമ്മുടെ അടുത്ത് പറയാം ഇത് ചക്കയല്ല, ഇത് മാങ്ങയാണെന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അല്ലാതെ ചക്കയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടിയാണ് ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാൻ ജാസി നീ ഏത് സർജറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇപ്പോൾ ജാസി പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. അത് ജാസി ചെയ്ത് സർജറി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ജാസി നമ്മളെന്തിനും ഇതൊക്കെ കാണിക്കണേ? അത് ഞാൻ ബോട്ടം സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാത്തൊരു ആശുപത്രി കൊണ്ടുപോയിട്ട്, റിനയിൽ എന്തായാലും ബോട്ടം സർജറി ഇല്ല, അവിടെ പോയിട്ട് ഞാൻ ബോട്ടം സർജറി ചെയ്തു, ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയി മാറിയിരിക്കുകയാണെന്ന് പറയുന്നത് നാട്ടുകാരെ തെറ്റിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നുള്ളൂ. പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് വളരെ പേഴ്സണൽ കാര്യമല്ലേ അല്ലേ? പിന്നെ യെസ്, അത്രയും പേഴ്സണൽ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാര്യം ഇത്രയും പേഴ്സണൽ കാര്യമായിട്ട് മാറുന്നില്ല, അത് പബ്ലിക് ആയിട്ട് മാറുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്ത സർജറികൾ, ഞാൻ റെനയിൽ ആ സർജറി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകളില്ലേ ചെയ്യാനായിട്ട്? കേരളത്തിൽ ഇഷ്ടം പോലെ ആശുപത്രികളുണ്ട്, ഇഷ്ടം പോലെ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, ബോട്ടം സർജറി ചെയ്യുന്ന ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്. അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ അതിനും ഉണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള സർജറി അല്ല, അതിന് കുറേ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ബോട്ടം സർജറി ചെയ്ത് കുറേ പേര് മരിച്ച കുറേ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല. ചില ആൾക്കാർക്ക് വിളിച്ചെന്ന് പറയാം, ജാസി ഏത് സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാൽ തീർന്ന പ്രശ്നമുള്ളൂ എന്ന്. എന്തിന്റെ ആവശ്യം അത് പറഞ്ഞാൽ തീരാൻ പ്രശ്നം? അങ്ങനെ പറഞ്ഞാൽ അത് ശരി, പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള എന്തിൻ്റെ ആവശ്യമെന്ന്. അതായത് നമ്മളോട് ബോട്ടം സർജറി എന്ന് പറയുന്നത് നമ്മളെ നാഴികയ്ക്ക് 40 വട്ടം റീൽസും ചെയ്ത് ഗർഭിണിയാണ് നമ്മളെ വെറുപ്പിച്ചിട്ട് നമ്മുടെ ഫീഡിൽ ഇൻസ്റ്റാഗ്രാം തോണ്ടിയ ഈ പുള്ളിക്കാരിയാണ് നമ്മളെ വെറുപ്പിച്ചിട്ട് നമ്മുടെ ഇത് പ്രൈവറ്റ് അക്കൗണ്ടിൽ കൂടെ ഇട്ടിട്ട് ആരെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറേ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ചെയ്ത ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മളാരും ഈ ഓപ്പറേഷൻ എന്താണെന്നോ ഈ പുള്ളിക്കാരിക്ക് അന്ന് ഇത്രയും വൈറലാവണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ആ സർജറി ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഈ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അല്ല, ഇത് പുള്ളിക്കാരിക്ക് പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യം എന്ന് പറയുന്നതുകൊണ്ട് ചോദിച്ചാൽ, അതായത് പുള്ളിക്കാരി സർജറിക്ക് കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഞാനൊരു സ്ത്രീയായിട്ട് മാറാൻ പോവാന്ന് പറഞ്ഞ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. ആ വീഡിയോസൊക്കെ ഇടേണ്ട ആവശ്യം നമ്മൾ ആരും അറിയത്തുമില്ല, നമ്മൾ ആരും കാണത്തുമില്ല. അതായത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയത്തില്ല ജാസി കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും. പുള്ളിക്കാരി വന്നു ഇതേപോലെ ഒരു ഓപ്പറേഷൻ നടത്തി, പുള്ളിക്കാരിക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. എന്തിനാ ഈ വീഡിയോസൊക്കെ കണ്ട് നാട്ടുകാരെ വെറുപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇതുപോലത്തെ റെസ്പോണ്ട് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് ഇത് ആക്ച്വലി ഇതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യണം, ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സി ആക്കി എടുക്കണം, ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കറങ്ങണം, വൈറലാവണം, അതേപോലെ യൂട്യൂബിലൊക്കെ ഒന്ന് കയറണം, സബ്സ്ക്രൈബേഴ്സ് കൂടണം. ഇതാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. അത് നടന്നു, അതേ നമ്മളും പറഞ്ഞുള്ളൂ. വേദന ഒന്നുമില്ല. അത് ഞാൻ അങ്ങനെ നടന്നു ലാസ്റ്റ് അങ്ങനെ ആയിപ്പോട്ടാ. കുഞ്ഞിക്കൂനത് ദിലീപിന്റെ പോലെ ആയിപ്പോ. എനിക്ക് ഈ ജസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. യെസ്, ഇപ്പോൾ ജാസി ചെയ്ത സർജറി ബ്രസ്റ്റ് ഇംപ്ലാന്റ്. ആ നോർമലി ബ്രസ്റ്റ് ഇംപ്ലാന്റിന് ലാർജ് നമ്മളിപ്പോൾ ഈ സിലിക്കോൺ ടൈപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ലാർജ് സൈസ് ആക്കാനായിട്ട് ചെയ്യുന്ന ഒരു ഇംപ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. ആ സാധനം ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്തെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നുള്ളൂ. അത് ഇത്രയും സൈബർ അറ്റാക്കും കാര്യങ്ങളൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു റിനയിൽ ബോട്ടം സർജറി ചെയ്യത്തില്ലെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്, അത് ഫേക്കാണ്. അതായത് നമ്മുടെ ബൈജു ചേട്ടൻ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു,
പുള്ളിക്കാരൻ പറഞ്ഞത് അതൊക്കെ ആണ്, അതൊക്കെ ഫേക്കാണ്, അങ്ങനെ ഹോസ്പിറ്റലിൽ ആരും ഒന്നും പറയത്തില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടേക്കാം. സോറി, കം ടു ദ പോയിന്റ്. ഞാൻ റെനി മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റെനി മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും. അതാണ് അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത്. ഹലോ അപ്പോൾ അതെ ഹലോ റെനി മെഡിസിറ്റിയാണ് പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി. അത് എന്ത് സർജറിയാണ്? എൻ്റെ വീട് റിനയുടെ അടുത്തായിട്ടാണ്, അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇതേപോലെ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസി ആണെങ്കിൽ സാധനം കട്ട് ചെയ്തിട്ട് തിരിച്ച് വിളിക്കും. അതാണ് സംഭവം. അല്ലാണ്ട് അവരിപ്പോൾ നമ്മളിപ്പോൾ വിളിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടിയല്ല. അതിപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ അവിടെ റെസ്പോണ്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ അവർ ബിസി ആണെങ്കിൽ, കൗണ്ടർ ബിസി ആണെങ്കിൽ കട്ട് ചെയ്ത് തിരിച്ച് വിളിക്കും. അത് നോർമലി എല്ലാ ആശുപത്രിയും ചെയ്യുന്നതാണ്. അതാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. ഫുള്ളായിട്ട് നോ എഡിറ്റ്, നോ കട്ട്സ്. Thank you for calling Renai Medicity. You are in queue. Please continue to hold. Our operator will assist you. Dr. Renai Medicity Hospital. യെസ്, അതിൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ജാസിക്ക് ചെയ്ത സർജറി എന്താണെന്ന് ഒന്നും പറയുന്നില്ല. സാറി അതിന് നമുക്കൊന്നും അറിയാൻ പാടില്ല, സർജറി എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ ബോട്ടം സർജറി ചെയ്യുന്നില്ല എന്ന് റിനയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെർണിയുടെ ഓപ്പറേഷൻ, നിങ്ങളിവിടെ ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്യുമോ? സാറേ അത് നമ്മൾ ചെയ്യും, ഇന്ന ഓപ്പറേഷൻ ചെയ്യത്തില്ല. ചില ഓപ്പറേഷൻസ് ഒക്കെ സ്പൈൻ്റെ ഓപ്പറേഷൻ ചെയ്യും. സാർ നമ്മളിവിടെ സ്പൈൻ്റെ ഓപ്പറേഷൻ ചെയ്യത്തില്ല. അത് ഏത് ആശുപത്രി വിളിച്ചാലും അവർ ഇന്ന ഓപ്പറേഷൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ ഈ നമ്പർ റിനയുടെ നമ്പർ അല്ല, അത് ഫേക്ക് നമ്പർ ആണെന്നൊക്കെ ജാസി പറയുന്നുണ്ട്. ഇതെല്ലാം റിനയുടെ നമ്പർ എന്ന് പറയുന്നുണ്ട്. ഈ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഞാൻ ട്രൂ കോളർ ഇവിടെ കാണിച്ചു തരാം, റിനയുടെ നമ്പർ തന്നെയാണ്. മറ്റൊരു വീഡിയോ അതും കണ്ടേക്കാം. കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യില്ല. യെസ്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നൊക്കെ. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. യെസ്, ഇതിനും വലിയ തെളിവ് എനിക്ക് പറയാനില്ല. അത് എന്താണ് അതിനെ ഞങ്ങളും ചോദിക്കുന്നത്. അത് എന്താണ് സംഭവം? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്തോ സർജറി ചെയ്തു നിങ്ങൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നാട്ടുകാരെ മൊത്തം പറ്റിച്ചത്. ആ ഫോൺ കോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരെയും കൂടെ വട്ടത്തിൽ പറ്റിച്ചേനെ. പ്രോപ്പറായിട്ട് കൺവേർട്ട് ആയിട്ടില്ല. ബ്രസ്റ്റ് ഇംപ്ലാന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബോട്ടം സർജറി മറ്റേ അടിയിൽ ആ സാധനം വെട്ടിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഇത് കൺവേർട്ടായിട്ട് മാറത്തുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.